ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഗായകനും സംഗീത സംവിധായകനുമായ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് സ്വദേശി ഷിൻഡോ ജോർജിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതവും ദൈവാനുഭവവും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഷിൻഡോയ്ക്കും കുടുംബത്തിനും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷിൻഡോയെ സ്വയം പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ഷിൻഡോ ജോർജ്, വീട്ടുപേര് കടുവാത്തൂക്കിൽ. ഞാൻ വിവാഹിതനാണ്. എനിക്ക് ഭാര്യ, 2 പിള്ളേരുണ്ട്, ചാച്ചനമ്മ. എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. മൂത്തയാള് പെങ്ങളാണ്, ഷൈമോൾ, കെട്ടിച്ചു വിട്ടു. രണ്ടാമത്തെ ആള് ഷൈജു, ആർമിയിലായിരുന്നു, റിട്ടയർഡായി, ഇപ്പം ഇസ്രായേലിലാണുള്ളത്. ചേട്ടൻ്റെ വൈഫ് ഖത്തറിലാണ്, ചേട്ടൻ്റെ കൊച്ച്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായ ഒരു കുടുംബജീവിതമാണ്. ഷിൻഡോയുടെ ബാല്യകാലം എന്ന് ഓർത്തു പറയാമോ? ബാല്യകാലം എന്ന് പറയുമ്പോൾ ദൈവാനുഭവം ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ കിട്ടിയിരുന്നു. ഞാൻ 1 തൊട്ട് 5ാം ക്ലാസ് വരെ ചിറ്റാരിക്കാൽ, കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന തോമാവരം സെൻറ് തോമസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പാലാവേൽ, കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള പാലാവേൽ എന്ന സ്ഥലത്താണ് വിദ്യാഭ്യാസം. അതിനുശേഷം ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂർ എടാട്ട് യൂണിവേഴ്സിറ്റി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അതിനുശേഷം എക്സ്പീരിയൻസിന് വേണ്ടി പല സ്ഥലങ്ങളിൽ വേണ്ടി പോയി. ഇതാണ് എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം. ഷിൻഡോ നവീകരണത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? നവീകരണത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടി പോയത് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്. എൻ്റെ അങ്കിള് അവിടെ തടത്തിലച്ഛൻ്റെ സ്റ്റാഫായിരുന്നു, ഡ്രൈവറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കെയറോപ്പിലാണ് ഞാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിവൈനിൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എന്നെ അവർ വിളിക്കുകയും അങ്കിളിൻ്റെ റെക്കമെൻഡേഷനാണ് അവിടെ എത്തിയത്. ഷിൻഡോ ഫുൾ ടൈമറായിട്ട് ഈ ശുശ്രൂഷയിൽ വരാനുള്ള പ്രചോദനം എന്താണ്? ശുശ്രൂഷയിലേക്ക് വരാനുള്ള കാരണം 2-3 വ്യക്തികളാണ്. ഒന്ന്, ഡിവൈനിലുണ്ടായിരുന്ന പുള്ളി മരിച്ചുപോയി, ആന്റണി ഫെർണാണ്ടസ്. പുള്ളി സ്റ്റേജിലിരുന്ന് ഒറ്റയ്ക്ക് കീബോർഡ് വായിച്ച് പാടുന്ന കാണുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെ എനിക്കും പറ്റുമോ. പക്ഷെ എന്നും നമ്മുടെ ഫാമിലിയിൽ ആരും പാടുന്നവരില്ല, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരില്ല. അത് നമുക്കറിയില്ല, പക്ഷെ ആരും ഇല്ല അങ്ങനെ പോകുന്നവർ. രണ്ടാമത്, എനിക്കൊരു ദർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഡിവൈനിൽ മാറി ഞാൻ പിന്നെ ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്നും അവിടെ കൊയർ ടീമിൽ കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്ന് അത്യാവശ്യം ഈ കല്യാണം, കൊയർ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ദിവസം ദർശനം ഉണ്ടാവുകയാണ്. ഒരു റബ്ബർ തോട്ടത്തിലൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് തൊട്ട് താഴെ വേറൊരു റബ്ബർ തോട്ടത്തിന് ബാക്കി, അതിന് താഴെ ഒരു പമ്പ് ഹൗസ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണുകയാണ്. കുറച്ച് നാളിന് ശേഷം ഞാൻ ആ സ്ഥലത്ത് എത്തിപ്പെട്ടു. അത് പാലക്കാടുള്ള മുണ്ടൂരിലുള്ള സീനായ് ധ്യാന കേന്ദ്രം, കപ്പുച്ചനച്ഛൻ്റെ അവരുടെ ധ്യാനത്തിൽ എത്തിപ്പെടുന്നു. ധ്യാനം കൂടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ധ്യാനം കൂടാൻ ചെല്ലുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പിന്നീട് എനിക്ക് ഈ ധ്യാന ഹാള് കാണുന്നു. പിന്നീട് ഞാൻ ശുശ്രൂഷകനായി അവിടെ ചെന്ന് പല വർക്കിന് വേണ്ടി നമ്മൾ പോകുമ്പം ഈ പമ്പ് ഹൗസ് കാണുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ടോൺസൺ ചേട്ടനാണ് എൻ്റെ 2ാമത്തെ വ്യക്തി.
അപ്പം ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ചെയ്യണം ആഗ്രഹമുള്ളവർ അച്ഛൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും 2-3 പേരുണ്ട്. എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാന ശുശ്രൂഷയിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ടോൺസൺ ചേട്ടൻ പാലക്കാട് തന്നെയാണ്. പുള്ളിയാണ് എൻ്റെ ഗുരു. പുള്ളി എന്നെ ഒരു അനിയനെ പോലെ അത്രമാത്രം ചേർത്ത് പിടിച്ച് പുള്ളി എന്നെ പഠിപ്പിച്ചു അവിടെ ഇരുന്നിട്ട്. അതായത് കീബോർഡ് വായിക്കാനും അതുപോലെ തന്നെ പാടാനും അവസരം തന്നു. സാധാരണ അങ്ങനെ ആരും കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. പുള്ളിയാണ് എൻ്റെ രണ്ടാമത്തെ. പുള്ളി ഭയങ്കര അഭിഷേകമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളി സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ആ അന്തരീക്ഷമാകും. അപ്പം അതാണ് രണ്ടാമത്തെ വ്യക്തി. അപ്പം പിന്നെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം അവിടുന്ന് വന്നു. പിന്നെ ഞാൻ വേറെ കോളേജിൽ കണ്ണൂർ രൂപതയുടെ തലശ്ശേരി രൂപതയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവിടെ CMD ആയിരുന്ന മോൺസിഞ്ഞോർ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ PA ആയിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലും അച്ഛൻ്റെ സഹായത്തോടെ അച്ഛൻ്റെ അനുവാദത്തോടെ ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. വീണ്ടും ഞാൻ അവിടുന്ന് ജോലി മാറി ഞാൻ കാഞ്ഞങ്ങാട് നോർത്ത് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ്, അതൊരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളാണ്, കോളേജായിരുന്നു. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നതാണ് എൻ്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പോൾ പുള്ളി എന്നെ ശുശ്രൂഷയ്ക്ക് വിടും. ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പം പുള്ളി എനിക്ക് ലീവ് തന്ന് വിടും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം വരുന്നത്. കല്യാണം നടക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആ സമയത്ത് ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ വാടകയ്ക്ക് കീബോർഡ് എടുക്കും, സ്വന്തമായിട്ട് കീബോർഡ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ കീബോർഡ് എടുക്കും. അപ്പോൾ ഞാനൊരു കല്യാണം ഇതുപോലെ ഞാൻ ബുക്ക് ചെയ്തു. എനിക്ക് പ്രോഗ്രാം എനിക്ക് തന്നു. പക്ഷേ എനിക്ക് പോകേണ്ട സമയപ്പോൾ കീബോർഡ് ഇല്ല. അപ്പം വളരെ ഒരു വിഷമിച്ച സമയത്ത് വൈഫ്, അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 ആഴ്ച അത്രങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഇറങ്ങുമെന്നും അറിയില്ല, ഇതാണ് എൻ്റെ ജീവിതമെന്ന് നമുക്കൊന്നും അറിയാത്ത ഒരു കാലഘട്ടമാണ്. എന്നാലും വൈഫ് പറഞ്ഞു നമുക്കൊരു കീബോർഡ് മേടിക്കണം. എന്നിട്ട് വൈഫിൻ്റെ കയ്യിലുള്ള പൈസ 80,000 രൂപ എനിക്ക് അപ്പം തന്നെ എടുത്തു തന്നു. ഞാൻ അന്ന് രാത്രി തന്നെ എറണാകുളം പോയി സംഗീതമാണെന്നൊരു ഷോപ്പിൽ പോയി കീബോർഡ് മേടിച്ച് ഞാൻ വന്നു, ആ പ്രോഗ്രാം ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ധ്യാനം നമ്മുടെ കാഞ്ഞങ്ങാട് തന്നെ ടോമി കിഴക്കേക്കര അവർ റേമാ മെറിക്കിൾ മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ അവരുടെ ധ്യാനം നമ്മുടെ ഇവിടെ സ്നേഹാലയം എന്ന സ്ഥലത്ത് നടക്കുകയാണ്. ഒരു ആകാശപ്പറവയുടെ സെൻ്ററാണ്. അവിടെ എല്ലാ മാസവും താമസിച്ചുള്ള ധ്യാനമാണ്. അപ്പോൾ അവിടുത്തെ പാട്ടുകാരൻ വരാൻ എന്തോ അസൗകര്യമുള്ളതുകൊണ്ട് എങ്ങനെയോ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, ടോമി ബ്രദർ തന്നെ എൻ്റെ നമ്പർ കിട്ടുകയും എന്നെ വിളിക്കുകയാണ്, ഒന്ന് സഹായിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ധ്യാനം ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെ ടോൺസൻ്റെ അടുത്ത് കൂടെ നിന്നുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ, പക്ഷെ തന്നെ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു ഞാൻ വരാം. ആ ധ്യാനത്തിന് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. വീണിട്ട് കാല് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് പുള്ളിക്കാരി ആ ധ്യാനത്തിന് വരുന്നത്. 2ാമത്തെ ദിവസം ഈ ടോമി ചേട്ടൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ ആ ആൻറ്റി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഓടുകയാണ്. അപ്പം അങ്ങനെ ഒരു രോഗശാന്തി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നു, ടോമി ചേട്ടൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു, കയ്യൊപ്പ് നടത്തുന്നു. പുള്ളിക്കാരി അപ്പം തന്നെ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് ആ സ്പോട്ടിൽ പ്രകടമായ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനമെടുത്തു കർത്താവിന് വേണ്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യണം. പക്ഷെ ഞാൻ ആ ധ്യാനം ഭംഗിയായിട്ട് ചെയ്തു. ടോമി ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കൂടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, രഞ്ജുവിനോട് പറഞ്ഞു. അവൾക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ടോമി ചേട്ടൻ്റെ കൂടെ ഞാൻ വർഷങ്ങളോളം ഈ റേമാ മെറിക്കിൾ മിനിസ്ട്രിയിൽ ഗാന ശുശ്രൂഷകനായിട്ട് ഭയങ്കര അഭിഷേകമായിരുന്നു. അപ്പം ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴെല്ലാം വൈഫും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അന്നേരം എനിക്ക് ഒരു കൊച്ചേ ഉള്ളൂ, മൂത്ത മോള്, അവൾക്കിപ്പോൾ 6 വയസ്സാണ്. പക്ഷെ അവൾ ഒറ്റയ്ക്ക് വീട് കൈകാര്യം ചെയ്യുമായിരുന്നു. തറവാട് തൊട്ട് അടുത്താണ്. എങ്കിൽ തന്നെ ഞാൻ ശുശ്രൂഷയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചിലപ്പോൾ അവിടെ തന്നെ വേറെ ധ്യാനം കിട്ടി ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ദൈവം വളരെ ശക്തമായിട്ട് എന്നെ കൊണ്ട് നടത്തുന്നുണ്ട്. കൊഴിയും ഇല പോലാണല്ലോ മനുഷ്യാനിൻ ജീവൻ, എന്തിനായി നീ അഹങ്കാരം ചുമലിൽ വഹിക്കുന്നു? ദൈവ
മനുഷ്യാനിൻ ജീവൻ പൊടിയാകും ഹേ മനുഷ്യ പിതാവിലേക്കു തിരിയൂ പൊടിയാകും ഹേ മനുഷ്യ പിതാവിലേക്കു തിരിയൂ കൊഴിയും ഇല പോലാണല്ലോ മനുഷ്യാനിൻ ജീവൻ ഈ നിമിഷം നിന്റെ ആത്മാവിനെ ദൈവം തിരികെ വിളിച്ചെന്ന ഈ നിമിഷം നിന്റെ ആത്മാവിനെ ദൈവം തിരികെ വിളിച്ചെന്ന ഒളിക്കുവാനാകുമോ ഈ ഭൂവിൽ വിധി കർത്താവിൻ തിരുമുൻപിൽ ഒളിക്കുവാനാകുമോ ഈ ഭൂവിൽ വിധി കർത്താവിൻ തിരുമുൻപിൽ പൊടിയാകും ഹേ മനുഷ്യ പിതാവിലേക്കു തിരിയൂ പൊടിയാകും ഹേ മനുഷ്യ പിതാവിലേക്കു തിരിയൂ. ഇന്ന് ഷിൻഡോ നിൽക്കുന്നത് ഒരു ഗായകനാണ്, സംഗീത സംവിധായകൻ, എഴുതുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം വലിയൊരു പ്രതിസന്ധി കടന്നു വരികയാണ്. ഫാമിലിപരമായ ചെറിയ പ്രതിസന്ധി കടന്നു വന്നു. അപ്പം അന്ന് തന്നെയാണ് നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ശുശ്രൂഷകളിൽ എൻ്റെ മനസ്സടക്കം മടുത്തു പോകുന്നൊരവസ്ഥ ലൈഫിൽ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. ലോക്ക്ഡൗണിൻ്റെ 1-ാം ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ശക്തമായിട്ടൊരു പ്രചോദനം തരികയാണ്, നീ പാട്ട് എഴുതണം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നു. അപ്പം എന്നോട് മനസ്സ് പറഞ്ഞു, കീബോർഡ് എടുക്കുക. ഞാൻ ഓർമ്മയുടെ മുമ്പിൽ വെച്ചു. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ പറയാണ്, ബുക്ക് എടുക്ക്, പേന എടുക്ക്. എല്ലാം എടുത്തു. എന്നോട് കീബോർഡ് ഓണാക്ക്. ഞാൻ ജസ്റ്റ് ഒരു ഋതം ഇടുന്നു. ആ ഋതത്തിൽ ഏതോ ഒരു കോഡ് ഞാൻ പിടിക്കുന്നു. എനിക്കറിയില്ല. നോക്കുമ്പോൾ കറക്റ്റ് സി മൈനർ അല്ലെങ്കിൽ സി മേജർ, ഇ മേജർ, അങ്ങനെ എന്തെങ്കിലും കോഡായിരിക്കും. ആ പിച്ചിൽ പിടിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് ലിറിക്സ് വരികയാണ്. അപ്പം രാവിലെ ഞാൻ എഴുതുന്നു. ഉച്ചയോടുകൂടി അതിനൊരു ട്യൂൺ കിട്ടുന്നു. ട്യൂൺ അടക്കമാണ് കിട്ടുന്നത്. കമ്പോസ് ചെയ്യുന്നു. ഓർക്കസ്ട്ര ഞാൻ അപ്പം തന്നെ കീബോർഡിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. വോക്കലെല്ലാം എടുക്കുന്ന കീബോർഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ചിലപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പട്ടി വരയ്ക്കും. പട്ടിയുടെ സൗണ്ടെല്ലാം ഇതിൽ വരും. പക്ഷേ നമ്മൾ റൂമെല്ലാം അടച്ചിട്ടാണ് ചെയ്യുന്നത്. വൈകിട്ടാകുമ്പം ഒരു പാട്ട് വന്നിരിക്കും. ആ പാട്ട് അപ്പം തന്നെ ഞാൻ മൊബൈലിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ മനസ്സിൽ പ്രചോദനം തരികയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അപ്പോൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുമെന്ന് അറിയില്ല. പക്ഷേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്ത് പേരിടും? അപ്പോൾ പറയുകയാണ്, മൂത്ത കൊച്ചിൻ്റെ പേരിടുക. ഗോഡ്വിയ എന്നാണ് എൻ്റെ മൂത്ത മോളുടെ പേര്. അങ്ങനെ ഗോഡ്വിയ മ്യൂസിക് കമ്പനി എന്നുള്ളൊരു ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഓരോ ദിവസവും പാട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഓരോ ദിവസവും ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഓരോ പാട്ട് ഇറങ്ങിയപ്പം ആൾക്കാർ ഒന്നും ചോദിക്കുന്നില്ല. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇത് എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്, സാധിക്കുന്നത് എങ്ങനെയാണ്? കളിയാക്കുന്നവരും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ അന്നേരം ആർമിയിൽ റിട്ടയർഡ് ആയിട്ടില്ല, ആർമിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നും ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ അയച്ചു കൊടുക്കും. ഞാൻ എന്നേക്കാളും വിദ്യാഭ്യാസം ചേട്ടനുണ്ട്. അപ്പം ഭാഷാപരമായിട്ട് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കും. അപ്പം ചേട്ടൻ പറയും ഓക്കെ. ചേട്ടൻ ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. അപ്പം തന്നെ ഞാൻ അമ്മേനെ കൊണ്ട് കേൾപ്പിക്കും. ആ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം, എല്ലാവരും കേൾപ്പിക്കും. അതിനുശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ പാട്ടുകളാണ് കോവിഡിന് ശേഷം ഞാൻ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പാട്ടുരൂപത്തിലാക്കിയിട്ടുണ്ട്, ഫലങ്ങളാക്കിയിട്ടുണ്ട്, പരിശുദ്ധ രൂപയ്ക്ക് എതിരായുള്ള പാപങ്ങൾ അതെല്ലാം പാട്ടുരൂപത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് പള്ളികളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ ഒരു പശ്ചാത്തലം ആക്കിക്കൊണ്ട് ഒരു പാട്ട് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെയാണ്. പക്ഷെ അതിലുപരി ഞാൻ ഈ പാട്ടെല്ലാം ചെയ്യുമ്പോഴും എങ്ങനെയോ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടുകയാണ്. അത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, മനുഷ്യനെ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെയുള്ള ബന്ധമേ ഉള്ളൂ. കുട്ടനാടുള്ള മിത്രക്കേരി ഇടവിലെ എബിൻ എന്നുള്ളൊരു എൻ്റെ അനിയനായിട്ട് വരും. അപ്പോൾ ഏതോ ഒരു ഞങ്ങളുടെ ഈ പാട്ടുകാരുടെ ഗ്രൂപ്പിൽ എന്തോ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പുള്ളി ഇതേപോലെ ഭയങ്കര ഒരു അഭിഷേകമുള്ളൊരു കീബോർഡിസ്റ്റാണ്, സിംഗറാണ്, അധ്യാപകനാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ നമുക്കിത് ചെയ്യാം, ചേട്ടാ ഒരു കാര്യം ചെയ്താൽ മതി, കീബോർഡിൽ റെക്കോർഡ് ചെയ്യുക, ട്രാക്കാക്കുക, എന്നിട്ട് വോക്കലും ട്രാക്കും സെപ്പറേറ്റ് എനിക്ക് അയച്ചു തരിക, ഞാനിവിടെ നിന്ന് മിക്സ് ചെയ്തിട്ട് ചേട്ടാക്ക് അയച്ചു തരാം. അപ്പോൾ തന്നെ ഈ എബിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പോസ്റ്റർ തമ്പലിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയും പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് തമ്പൽ ചെയ്തു തരാം. അപ്പോൾ ഞാൻ ഇവിടെ പാട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരവിടെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വൈകിട്ടാകുമ്പോഴത്തേക്കും അയച്ചു തരും. ആ രണ്ട് വ്യക്തിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവരാണ് എൻ്റെ ചാനലിൻ്റെ പാസ്വേഡ് എല്ലാം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ ചിലപ്പോൾ ചോദിക്കും എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ഇട്ടോട്ടെ ചോദിക്കും, ഞാൻ ഇട്ടോളാൻ പറയും. അപ്പം ദൈവം ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, പാട്ട് എഴുതുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ അറിയാത്ത രീതിയിൽ തന്നെ അതിന് പറ്റിയ കൂട്ടുകാരെ എനിക്ക് തന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും, ഞാൻ ഇത്ര യോഗ്യതയുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റാറില്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറുക തന്നെ ചെയ്യും. ഷിൻഡോയുടെ ജീവിതത്തിലെ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? എൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡ് ഞാൻ ദൈവാനുഭവത്തിലാണ് നിൽക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് നാളത്തേക്ക് ശുശ്രൂഷ ഉണ്ടാവില്ല. പക്ഷെ നാളെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള ശുശ്രൂഷ എനിക്ക് കിട്ടിയിരിക്കും. അത് ഞാൻ തലശ്ശേരി രൂപതയുടെ എല്ലാ വൈദികരുടെയും കൂടി ഞാൻ ധ്യാനത്തിന് പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ രൂപതയുടെ മോൺസിഞ്ഞോർ എളന്തുരുത്തി പടവൽ, മാത്യു എളന്തുരുത്തി പടവൽ അച്ഛൻ്റെ കൂടെയും, പിന്നെ കപ്പുച്ചിൻ പാവനാത്മ പ്രൊവിൻസിൻ്റെ മിഷൻ ധ്യാനത്തിന് ഞാനാണ് പോകുന്നത്. ചിലപ്പം ശുശ്രൂഷ ഇല്ല എങ്കിലും ആ ഇല്ലാത്ത സമയത്ത് എനിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ ആവശ്യമുണ്ടാവും എന്നെക്കൊണ്ട്. കണ്ണൂർ ഇതുപോലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ ധ്യാനം തുടങ്ങിയ വൈഫ് എന്നെ വിളിക്കാറില്ല. പക്ഷേ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവളെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. കുർബാന കഴിഞ്ഞ പാടെ ഞാൻ തിരിച്ചു വിളിച്ചപ്പം ഇവിടുന്ന് ഭയങ്കര കരച്ചിലാണ്. കരച്ചിലുകൊണ്ട് ഇവൾക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കരച്ചിൽ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കൊച്ചിൻ്റെ വിരൽ ഡോറിൻ്റെ ഇടയ്ക്ക് പോയി കട്ടായിപ്പോയി. അത് ഈ ഒരു പോർഷൻ മൊത്തം കട്ടായി. കൊച്ചിനിപ്പോൾ ആ സമയത്ത് 1 വയസ്സാകുന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണൂരുള്ളതുകൊണ്ട് ഇവിടെ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ മംഗലാരം കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ കണ്ണൂർ കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂർ വന്നാൽ മതി, ഞാൻ കണ്ണൂരുണ്ട്. അങ്ങനെ ബേബി മെമ്മറിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നെങ്കിൽ ഈ വിരലിൻ്റെ ചലനശേഷി പോകും, പഴയതുപോലെ കിട്ടില്ല. കാരണം ഞരമ്പെല്ലാം ഈ സ്കിന്നിൽ 2-3% നിൽക്കുന്നത്, ബാക്കിയെല്ലാം കട്ടായി പോയി. അപ്പോൾ നമ്മുടെ അയൽവാസിലെ ഒരു മുസ്ലിം സഹോദരനാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയ പാടെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാം, ജസ്റ്റ് ഇന്ന് സർജറി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്, കുഞ്ഞാണ്, നമുക്ക് ഇതിന് വെച്ച് നോക്കാം, 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി തന്നെ കൊച്ചിൻ്റെ സർക്കുലേഷൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. അത് വിശ്വസിക്കാൻ പറ്റാത്ത, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കൊച്ചിൻ്റെ വിരൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 3 ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കി പാപിയാം ഞാനിതാ, അവസാനത്തുള്ളി രക്തം വരെ ഈ പാപിക്കായി ചിന്തിയല്ലോ.
കാരുണ്യവാനേ കനിയൂ എന്നിൽ അനുതാപത്താൽ നിറയ്ക്കൂ എന്നും തിരുരക്ത തുള്ളിയാൽ കഴുകൂ എന്നെ നിൻ മകനായി ഞാൻ തീരും തിരുരക്ത തുള്ളിയാൽ കഴുകൂ എന്നെ നിൻ മകളായി ഞാൻ തീരും പിരിയാത്ത സ്നേഹം നൽകി അവസാനം വരെയും സ്നേഹിച്ചു തൻ ജീവൻ ബലിയായ സ്നേഹം അതിൽ പരം സ്നേഹമെന്തോ എങ്കിലും എന്നുടെ ഇടുങ്ങിയ വഴി സ്നേഹത്തിൻ ബലി ഞാൻ മറന്നു കാരുണ്യവാനേ കനിയൂ എന്നിൽ അനുതാപത്താൽ നിറയ്ക്കൂ എന്നും തിരുരക്ത തുള്ളിയാൽ കഴുകൂ എന്നെ നിൻ മകനായി ഞാൻ തീരും തിരുരക്ത തുള്ളിയാൽ കഴുകൂ എന്നെ നിൻ മകളായി ഞാൻ തീരും. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫാദർ ലിജോ തടത്തിൽ, കപ്പുച്ചനച്ചനാണ്. ഞാൻ നമ്മുടെ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട ഷിൻഡോ സഹോദരനെ 6 വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെടുക. കാഞ്ഞങ്ങാട് കൊച്ചച്ചനായിട്ട് വരുമ്പോൾ അന്നു മുതൽ ഇന്നോളം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ശുശ്രൂഷകൾക്ക് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ധ്യാന മേഖലയിലുള്ള ശുശ്രൂഷകൾക്ക്. എനിക്ക് സഹോദരനെ ഓർക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. കാരണം കർത്താവ് കൊടുത്ത ഒരു കഴിവ് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ടും ശുശ്രൂഷയോടുള്ള മനോഭാവമൊക്കെ ഒത്തിരിയേറെ പേരെ ദൈവികമായിട്ട് ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിനൊക്കെ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി ഞങ്ങൾക്കൊപ്പം വരും. നീണ്ട 7 ദിവസങ്ങളോളം ഞങ്ങളോടൊപ്പം താമസിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ പാട്ട് മാത്രമല്ല മറ്റ് ശുശ്രൂഷകൾക്കുമൊക്കെ വലിയ സഹായകമായിട്ട് ഈ സഹോദരൻ മാറുന്നുണ്ട്. ദൈവം കൊടുത്ത ഈ അനുഗ്രഹീതമായ കഴിവ് മൂലം ഒത്തിരിയേറെ പേരുടെ ജീവിതത്തിലെ പ്രകാശമായിട്ട് തീരുവാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിൻഡോ സഹോദരന് സാധിച്ചിട്ടുണ്ട്. കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന് മാത്രമല്ല, ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള പല ധ്യാനങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഇടവകകളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടുള്ള വലിയൊരു ആത്മബന്ധമുണ്ട്. മാത്രമല്ല എല്ലാവരോടും കൊടുക്കുന്ന വലിയൊരു പരിഗണന, ഒരു അച്ഛനെന്ന രീതിയിൽ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബഹുമാനം വൈദികരോടും ജനങ്ങളോടും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സഹോദരൻ കൊടുക്കാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഇത്രയും ദൈവികമായിട്ട് മാറ്റുക. സ്നേഹമുള്ളവരെ, ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ മുൻപോട്ടുള്ള എല്ലാ ദൈവിക ശുശ്രൂഷകൾക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷ ഏറ്റവും ഹൃദയം നിറഞ്ഞ രീതിയിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇനിയും ദൈവികാനുഭവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം സഹോദരനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷിൻഡോ, കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. ഇതെൻ്റെ വൈഫ് രഞ്ജു, ഇതെൻ്റെ രണ്ടാമത്തെ മോൻ ഗോഡ്വിൻ, ഇത് എൻ്റെ ചാച്ചൻ ജോർജ്, ഇത് എൻ്റെ മൂത്ത ചേട്ടൻ്റെ മകനാണ് റയാൻ, അപ്പുറത്തിരിക്കുന്ന അമ്മ വത്സമ്മ, അമ്മയുടെ മടിയിലിരിക്കുന്നത് എൻ്റെ മൂത്ത മോള് ഗോഡ്ബിയ. ഇതാണ് എൻ്റെ കുടുംബം. ഷിൻഡോയുടെ ജീവിതത്തിലെ ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെയും വിജയം രഞ്ജുവാണെന്ന് ഷിൻഡോ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അത് രഞ്ജുവിൽ നിന്ന് കേൾക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ശുശ്രൂഷ ജീവിതത്തിൽ പോകുമ്പോൾ ആണെങ്കിലും നമുക്ക് വീട്ടിലെ ഒരു കാര്യത്തിനും ഒരു കുറവും വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനും മക്കളും തന്നെയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾക്കാണേലും എന്തെങ്കിലും ജോലി സംബന്ധിച്ച് ഞാൻ തയ്ക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു മുടക്കം ഇതുവരെ ഒന്നിനും വന്നിട്ടില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഒരു അസുഖങ്ങളാണേലും നമുക്ക് ആ സമയത്ത് സാമ്പത്തികപരമായും അങ്ങനെയൊക്കെ വരുമ്പോൾ
നമുക്ക് സഹായത്തിനാളെ ആ സമയത്ത് തമ്പുരാൻ കൊണ്ടുതരുന്നുണ്ടെന്നുള്ളതാണ്. ഒരിക്കലും ഒരു മുട്ട് നമ്മൾ നാളേക്കൊന്നും കരുതി വെച്ചിട്ടല്ലെങ്കിൽ കൂടി ഒന്നിനും ഒരു കുറവ് വരാതെ ഓരോ നിമിഷവും നമ്മളെ കാത്തു കൊണ്ടുപോകുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടായത്. ഞങ്ങൾ വാടക ചോദിച്ചു വന്ന വീടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട്. അത് തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുമായിരുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്ന് ഇതിന് ഞങ്ങൾക്കില്ല എന്ന് അങ്ങ് അത്ര വരെ ചിന്തിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമുക്കിത് ഇപ്പോൾ ഒരു വർഷമായി ഞങ്ങളിവിടെ താമസിക്കുന്നു. ഇത് സ്വന്തമായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റി. ഒത്തിരി പ്രതിസന്ധികൾ ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രൂപ പോലും കയ്യിൽ ഇല്ലാത്തൊരു സമയത്താണ് ഞങ്ങൾക്ക് തമ്പുരാൻ ഇത് തന്നതെന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടൊരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളരാനും അല്ലെങ്കിൽ തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിച്ചത് എങ്ങനെയെന്നും മനസ്സിലാക്കാനുള്ളൊരു അവസരമായിരുന്നു അത്. പക്ഷെ മനസ്സിലാക്കാൻ ഇച്ചിരി വൈകിയെങ്കിലും നമുക്കത് അതിനോട് ഞങ്ങൾ ഒരുക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും പ്രാർത്ഥനയിലാണെങ്കിലും ഞാനിങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോഴാണേലും അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടുന്നുണ്ട്. മക്കൾക്കാണെങ്കിലും ഇപ്പോൾ കുഞ്ഞാണെങ്കിലും ഹല്ലേലൂയ കേൾക്കുമ്പോൾ അവനൊരു വ്യത്യാസമുണ്ട്. അവൻ്റെ ആ ഒരു തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഞാനിങ്ങനെ ശുശ്രൂഷ ജീവിതത്തിൽ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലുള്ള വ്യത്യാസം അത് ഭയങ്കര വലുതാണ്. ഒരുപക്ഷെ മറ്റു കുടുംബങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ പ്രാർത്ഥനയും സ്തുതിപ്പും അതൊക്കെ നമുക്ക് നമ്മളിലും നമ്മളുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും അത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ചെറിയ കുഞ്ഞാനെ ഹല്ലേലൂയ പറഞ്ഞ് എപ്പോഴും നമ്മുടെ തലയിൽ കൈവെക്കും. അപ്പം പോകുന്നതിന് മുമ്പും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണത അത് ഭയങ്കരമാണ്. അത് നമുക്ക് ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിലൂടെ വന്നതുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയതെന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഷിൻഡോയുടെ ശുശ്രൂഷകളെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഷിൻഡോയുടെ ശുശ്രൂഷകളുടെ അഭിഷേകം വളരെ വലുതാണ്. അനുദിനം ദൈവം ഷിൻഡോയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു. ഷിൻഡോ തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചപ്പോൾ തൻ്റെ കഴിവുകളെയും ആത്മീയ ജീവിതത്തെയും ദൈവം എത്രമാത്രം ഉയർത്തിയെന്ന് നാം ഈ സമയം ഇത്രയും ശ്രവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.